ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കല്യാണ വിരുന്നിൻ്റെ വീഡിയോ ആണ്. അതായത് അമ്മയുടെ മൂത്ത ആങ്ങളയുടെ മകൻ കല്യാണം കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു കല്യാണം, 24-ാം തീയതി ആയിരുന്നു കല്യാണം. അപ്പോൾ ഇന്ന് അവരെല്ലാവരും കൂടി വീട്ടിലോട്ട് വരുവാണ്, അവർ വിരുന്നിന് വരുവാണ്. അപ്പോൾ ജോബ് ഞങ്ങളെ നേരത്തെ വീട്ടിലോട്ട് വന്ന് ഞങ്ങളെ കുടുംബത്തിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അപ്പം പോരുന്ന വഴിക്ക് ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ മഴയത്ത് ജോബി പറഞ്ഞു, ചേച്ചി നല്ല വ്യൂ എടുത്തോ, വെള്ളമൊക്കെ കയറി കിടക്കുമോ, എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുവാണ്. ആദ്യം ഗ്ലാസ് എൻ്റെ അകത്തൂടെയാണ് വീഡിയോ എടുക്കുന്നത്. എന്നാലും നല്ലൊരു വ്യൂ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഗ്ലാസ്സൊക്കെ മാറ്റി. ഭയങ്കര വെള്ളമാണ്, അതൊരു തോടാണ്. തോട്ടിലാണെങ്കിൽ വെള്ളം നിറഞ്ഞ് കവിഞ്ഞൊഴുകുവാണ്. അത് കഴിഞ്ഞ് പിന്നെ ആ തോട്ടിൽ നിന്ന് പിന്നെ തോട്ടമാണിത്. പറമ്പിലേക്കും വെള്ളം കയറിയിരിക്കുവാണ്. അതാണ് ആ കാണുന്നത്, വെള്ളമാണ് ആ കാണുന്നത്. അവിടെ മൊത്തം വെള്ളമാണ്. പിന്നെ ഒരു വീടിൻ്റെ പുറവശം മുഴുവൻ വെള്ളമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് എത്തിക്കഴിഞ്ഞുള്ള കാര്യങ്ങളാണ് ഇനിയിപ്പോൾ കാണാൻ പോകുന്നത്. ഇതുവഴി ഞാൻ കയറാം. എന്നാൽ അതുവഴി പോകും. ചെരുപ്പ് എല്ലാവരും ഇവിടെ കൊണ്ട് ഓടിക്കുന്നു. മിറ്റമെല്ലാം ഞങ്ങളുടെ കിടക്കുന്നുണ്ട്. വെള്ളാണ്ടായി കിടക്കുവാണ്. ഞാനാ ഇത് അമ്മച്ചി. എന്നാ തിന്നുന്നേ? ഞാൻ എടുക്കുവോ? ഫോനൊരുക്കിയിരിക്കണോ? അമ്മേ. അപ്പം വന്ന ഉടനെ ഞാൻ അമ്മയുടെ നൈറ്റിയൊക്കെ എടുത്തിട്ടു. എന്നിട്ട് ചിക്കൻ റെഡിയാക്കാനുള്ള ഒരുക്കത്തിലാണ്. അമ്മ അതേ കുറേ പണികളൊക്കെ ചെയ്ത് വൈകിട്ട് അവർക്ക് വരുന്നവർക്ക് ചക്കയൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ 2 ചേച്ചിമാരുണ്ട്. അവർ കാനഡയിൽ നിന്നും അങ്ങ് ഹൈദരാബാദിൽ നിന്നൊക്കെ വരുവാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വിഭവങ്ങളാണ് ഈ കാണുന്നത്. ബീഫ്, പിന്നെ മീനൊക്കെ കറി വെക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ജോബി ഒരു വാഴക്കുല, ഞങ്ങളുടെ പറമ്പിൽ തന്നെയുള്ള വാഴക്കുല എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ ജെനിമോൾ അവിടെ ഓരോ ഫുഡിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ ശേഷം അടുക്കളയിലെ പണിയെല്ലാം ഒതുക്കിയതിന് ശേഷം ഞാൻ വന്ന് വർക്ക് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നു, ഒരുത്താൻ ഒരു പണിയുമില്ലാതെ കിടന്ന് ഫോണിൽ നോക്കിക്കൊണ്ട് കിടക്കുന്നു. പിന്നെ ജെനിമോൾ ഇടയ്ക്കിടയ്ക്ക് ജനലിൽ കൂടി ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ വരുന്നുണ്ടോ എന്ന്. ഇടയ്ക്ക് ജിബിന് ജോലിക്ക് പോയായിരുന്നു. ജിബിൻ താമസിച്ചാണ് ഒന്നാമത് പോയത്. അതിൻ്റെ ഇടയ്ക്ക് വിളിച്ചൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവർ വന്ന് ഇപ്പോൾ ജെനിമോൾ ജനലിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കുന്നതാണ്. ജെനിമോളാണ് പോയി അവരുടെ വീഡിയോ ഒക്കെ എടുത്തത്. അപ്പോൾ അവർ വന്ന് ഇറങ്ങി. അപ്പോൾ ജെനിമോളാണ് വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയത്. അമ്മ അപ്പോൾ ആദ്യമേ കുടയുമായിട്ട് കയറി ചെന്നായിരുന്നു. അപ്പോഴും മഴ പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അച്ചാച്ചനും കുടയുമായിട്ട് കയറിപ്പോയായിരുന്നു. അപ്പോൾ ഈ നിൽക്കുന്നതാണ് മൂത്ത ചേച്ചി, അമ്മയുടെ ആങ്ങളയുടെ മൂത്ത മോള്. പിന്നെ മറ്റേത് മമ്മി, അമ്മയുടെ ആങ്ങളയുടെ വൈഫ്. പിന്നെ ഇത് ഇളയ മോള്. പിന്നെ ഏറ്റവും ഇളയതാണ് മോന്, അവൻ്റെ ആയിരുന്നു കല്യാണം. പിന്നെ ഇത് ഞങ്ങളുടെ വലിച്ചാച്ചി, അമ്മയുടെ ആങ്ങള. അങ്ങനെ അവരെല്ലാവരും അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, വീട്ടിലോട്ട് കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജെനിമോൾ പുറകെ വീഡിയോ എടുത്തെടുത്ത് വരുവാണ്. ഒരു വീട്ടിലോട്ട് കയറുവാണ്. അപ്പോഴും ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. വീടിൻ്റെ അവിടെ മുഴുവൻ വെള്ളമാണ്. പിന്നെ എല്ലാവരും വീട്ടിലോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ വീഡിയോ എടുക്കുന്നത് ഞാനാണ്. പിന്നെ ഇത് ഇളയ ചേച്ചിയുടെ ഇളയ കുഞ്ഞാണ്, റോണിക്കുട്ടൻ. പിന്നെ പുറകെ വരുന്നതാണ് കല്യാണപ്പെണ്ണ്, കല്യാണം കഴിച്ച അനീത്തിക്കുട്ടി. അപ്പോൾ അവളെ വിളിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ഇറങ്ങി ചെല്ലുവാണ്. ഇത് മൂത്ത ചേച്ചിയുടെ മൂത്ത മോളാണ്, അവൾ MBBS പഠിക്കുന്നു. പിന്നെ ഇത് ഇളയ ചേച്ചിയുടെ 2 പിള്ളേരാണ്. അങ്ങനെ എല്ലാവരും ജോബി അവർക്ക് വെള്ളമൊക്കെ കൊടുക്കുന്നു. അളിയനാണ് അവിടെ വന്നിരുന്നത്. ഇനി അമ്മച്ചി നോബിയാണിത്. നോബി അവന് ചെന്നൈയിൽ എൻജിനീയറിങ് പഠിക്കുവാണ്. അപ്പോൾ അവനോട് വിശേഷങ്ങളൊക്കെ അമ്മച്ചി തിരക്കുവാണ്. എല്ലാവരും വന്നിരുന്നു കഴിഞ്ഞപ്പോഴത്തേന് ഞാനൊരു വീഡിയോ എടുക്കുവാണ്. അപ്പോൾ അവരും ഹായ് ഒക്കെ പറയുവാണ്.
എല്ലാവരും കൂടി ഒത്തുകൂടിയപ്പോൾ നല്ല രസമായിരുന്നു. പിന്നെ ചേച്ചി ഇതേ വന്ന ഉടനെ വിശേഷങ്ങളൊക്കെ പറയുവാണ്, അമ്മയോടും അച്ചാച്ചനോടും വന്ന് കാര്യങ്ങളൊക്കെ പറയുവാണ്. എന്നിട്ട് ഞങ്ങൾക്ക് സ്വീറ്റ്സൊക്കെ കൊണ്ട് തന്നു അവർ. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇളയ ചേച്ചി വന്ന ഉടനെ അകത്ത് പോയി ഡ്രസ്സൊക്കെ മാറി ഇറങ്ങി വന്ന്. പിന്നെ വന്ന് ഉച്ച സമയത്താണ് അവർ വന്നത്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഉച്ചയ്ക്കത്തേലുള്ള ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് അതെല്ലാം എടുക്കുവാണ്. അവർക്കും വിശക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടി നോക്കുവാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം എല്ലാം വിളമ്പിയൊക്കെ കൊടുത്തു. എന്നിട്ട് എല്ലാവരും ഇരുന്ന് കഴിക്കുവാണ്. അപ്പോൾ ഡൈനിങ് ടേബിളിൽ എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കാൻ സ്ഥലമില്ലായിരുന്നു. അതുകൊണ്ട് റൂബിയും ക്രൗണിയും അവിടെ വേറെ മേശയിട്ട് അവിടെ ഇരുന്നു. എന്നിട്ട് കഴിപ്പെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എടുത്തത് വൈകുന്നേരത്തെ കോഫി കുടിക്കുന്ന സമയത്തുള്ള കാഴ്ചകളാണ്. അതിനിടയ്ക്കുള്ളതൊന്നും എടുക്കാൻ പറ്റില്ല. അതിനിടയ്ക്ക് ഇതേ അമ്മയുടെ രണ്ടാമത്തെ ആങ്ങളെയാണ് വന്നിരിക്കുന്നത്. ചേച്ചി വന്നപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ഭയങ്കര സംസാരമൊക്കെ ആയിരുന്നു. ഇത് പാസ്റ്റർ വൈഫ് പിന്നെ എല്ലാവരുമാണ്. പിന്നെ അങ്ങനെ ഇപ്പോൾ പോകാൻ നേരമായി കഴിഞ്ഞപ്പോഴത്തേന് പ്രാർത്ഥനയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ എല്ലാവരും ഉണ്ട്. ചേച്ചിയാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിച്ചിട്ട് അവർ ഇറങ്ങാൻ വേണ്ടി ഇറങ്ങുവാണ്. അപ്പോൾ എല്ലാവരും വന്നപ്പോൾ നല്ലൊരു സന്തോഷമുള്ള ദിവസമായിരുന്നു. ഇങ്ങനെ ഫാമിലി എല്ലാവരും ഒത്തുകൂടുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു സന്തോഷം എന്താണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുപോലൊരു സന്തോഷമാണ്. ഇവരെല്ലാവരും ഇനി പോയി കഴിഞ്ഞ് എന്നാണ് തിരിച്ച് വരുന്നതെന്നൊന്നും അറിയത്തില്ല. ഇനി 2 വർഷമൊക്കെ കഴിയുമ്പോഴേ വരത്തുള്ളായിരിക്കും. അപ്പോഴേ വീണ്ടും കാണാൻ പറ്റത്തുള്ളൂ. ജീവനടപ്പുവോ? നീ ഇപ്പല്ലേ ജോലിക്ക് പോയത്? പോയിട്ട് മുമ്പേ അല്ലേ വന്നേ? നീ 11 മണിക്ക് പോയി, എന്നിട്ട് മുമ്പേ അല്ലേ വന്നേ? പിന്നെ പോണോ? നീ എന്തിനാ പോകുന്നത്? രാത്രിയായല്ലോ. അപ്പോൾ പിന്നെ എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്ത് പറഞ്ഞു വിടുവാണ്. ഇതാണ് പുതിയ കപ്പിൾസ്. അവരും കുട്ടികളെല്ലാവരും കൂടി ആ കാറിൽ കയറി. മറ്റേ കാറിൽ വലിയവരെല്ലാവരും കയറി. അപ്പോൾ അത് ജിനിമോട് ഗ്ലാസ്സൊക്കെ തുറന്ന് ടാറ്റ കൊടുക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചെറിയ വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ഡിയേഴ്സ്.